അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു.
വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കളെ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വഴിനടത്തിൽ. അതായത് ഒരു മോള്, ഇപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റായി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ, അല്ല ആവശ്യം ബോധപൂർവം സ്കൾക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാനൊരു ചിലരൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് വിശ്വപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതല്ലേ. അപ്പോൾ ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടും. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാം, എൻ്റെ ആയിരക്കണക്കിന് നാളുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ കേൾക്കുകയും, അപ്പം എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിൽ തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിലും തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ട് മൂലം കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്താൻ ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ സംഭവം ഉണ്ടായില്ല. ഒരു മോള് അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ്, അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം ഭയങ്കര സങ്കടവും വേദനയുമാണ്. അത് കേസായി. ആ കേസ് അവൾക്ക് ജയിക്കണം. അതിന് അവൾ എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരണത്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ച് പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊന്ന് നോട്ട്, ഈ കുഞ്ഞ് തോക്കുമെന്നാണ്, കേസ് തോക്കുമെന്നാണ്.
അപ്പം അതെനിക്ക് അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി. ഞാൻ മകളോട് പറഞ്ഞു, മകളെ ഈ കേസ് നീ തോക്കുമെന്നാണല്ല മനസ്സിലാക്കണത്. കാര്യം എന്നിട്ട് ഞാൻ കാര്യം അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞേ, നീ വേറെ ചെറുക്കനായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ നോട്ട്, അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ നോട്ട് അതാണ്, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ ഇത് ഇയാൾ പോയില്ല, അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പോൾ ഒരു ആലോചന കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്ന് വെച്ചാൽ അപ്പോഴുടനെ അവൾ പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞുപോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാരി ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നുമില്ലല്ലോ, രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല, രേഖകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ ഇവളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ ഞാൻ പറഞ്ഞു, നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോൾ ഒരു വക്കീലിലെ ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടായി. കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാൻ വന്നപ്പോൾ ഞാൻ ജനങ്ങളോട് സമരത്തിന് പോയ കേസാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ അതിന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വക്കീലുണ്ട്, പക്ഷെ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ്, എനിക്ക് വക്കീലൊന്നുമില്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും, ജഡ്ജുമായിട്ട് മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പോൾ അതൊക്കെ നടക്കും. അപ്പോൾ കോടതിയിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നീയുള്ള കാര്യം പറയണം, അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിച്ചതേ, ഈ നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ കുഞ്ഞ് ആ കേസ് തോക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കാര്യം അവൾ ചതിക്കപ്പെട്ടതാണ്. അപ്പോൾ തോക്കാനുള്ള മാർഗങ്ങൾ അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അമ്മ ആ വിഷയം പറയണതാണ്, ഇങ്ങനെ പോയി അത് തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ. അപ്പം നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ വലിയ ഈ നിലം തൊടാത്ത വലിയ കാര്യമാണ് പറയണത്. അല്ല, നമ്മൾ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം. അപ്പം എൻ്റെ മക്കൾ എന്നത് എപ്പോഴും അവിടെ അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് 40-ാം സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ ദൈവത്തിന്റെ പണിയാണ്. എന്താണ്? ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനീരൊപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിൽക്കുകയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കണത് പാറയിൽ കാലുറച്ച് ചവിട്ടണ തുല്യമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി. പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ച് വന്നെങ്കിലും കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരാളെ അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനമില്ലേ? സങ്കീർത്തനം 16:10 അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ദൈവം. നമ്മൾ ദൈവത്തിൻ്റെ ആളായി കഴിഞ്ഞാൽ
നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല. 1 മണിക്കൂർ നേരത്തെ ദൈവത്തിൻ്റെ ആളാകാൻ നോക്കുക. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ വഹിച്ചതിന് അമ്മയോട് ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് രേവതി, ഇതെൻ്റെ ഭർത്താവ് രനീഷ്, ഇത് ഞങ്ങളുടെ കുഞ്ഞ് ധ്രുവ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ജൂലൈ 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനു മുമ്പ് ഞാൻ എല്ലാവരുടെയും ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ട് ഞാനന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് കഴിക്കാനൊക്കെ തുടങ്ങി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് മടുത്ത് ലാസ്റ്റ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ജൂലൈ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പം ഒരു സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നു, ഇതേപോലെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കുഞ്ഞ് ജനിച്ചുകൊണ്ട് ആ ചേച്ചി സന്തോഷ രഹസ്യങ്ങളൊക്കെ ചൊല്ലുമായിരുന്നെന്ന്. അപ്പം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി എന്താണ് ഈ സന്തോഷ രഹസ്യങ്ങൾ, എങ്ങനെയായി കൊന്ത ചൊല്ലേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അവളെനിക്ക് എൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നു. എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഒരു കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മളോട്, വിശേഷമൊന്നും ആയില്ലേ. ചിലർ കുറ്റപ്പെടുത്തി ചോദിക്കും, ചിലർ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അവസ്ഥ എന്താണെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഓഗസ്റ്റ് 27 നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഓഗസ്റ്റിൽ വരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും ഈ അവസ്ഥ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എനിക്ക് വയ്യ ആരുടെ മുന്നിൽ ചെന്നിങ്ങനെ താന്ന് കിടന്ന് കരയാനോ ഒന്നിനും എനിക്ക് വയ്യ. നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ നീ എനിക്ക് ജൂലൈ 27-ാം തീയതി ഓഗസ്റ്റ് 27-ന് തരണ്ട, കാരണം ഓഗസ്റ്റ് ആദ്യക്കായിരിക്കും ഫംഗ്ഷൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു സമയം കിട്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഇതെന്താടി നീ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ, ഉച്ചയ്ക്കൊക്കെ ഇരുന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കും, ഇതിനൊക്കെ സമയമില്ലെന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, പ്രാർത്ഥനയ്ക്ക് അങ്ങനെ സമയവും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. കരയും, ഞാനിരുന്ന് ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ടി പ്രാർത്ഥിച്ച് ഞാൻ തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജൂലൈ 27-ാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തു. എൻ്റെ പ്രഗ്നൻസി എന്ത് അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്താണ് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ഞാൻ 5:30 പ്രാർത്ഥനയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ നോക്കിയില്ല. പിന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് വിശ്വസിക്കണമെന്ന് ഒന്നും അറിയില്ല. ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ഞാൻ കുറേ കഴിഞ്ഞൊരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവാക്കി തന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇനി കാർഡിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല, ഒത്തിരി സന്തോഷിക്കുകയൊന്നും വേണ്ട, എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കരയുക, എന്തോ വിശ്വസിക്കണോ വേണ്ടതെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായിരുന്നു. അവിടെ ചോദിച്ച് നടന്നവരുടെയും കുറ്റപ്പെടുത്തിയവരുടെയൊക്കെ മുന്നിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഓടിച്ചെന്ന് പറയുകയാണ്, എൻ്റെ മോക്ക് വിശേഷം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസി അങ്ങ് പോയി. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ബ്ലീഡിങ് പോലെ വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുത്തോ, ഒത്തിരി ടെൻഷൻ അടിക്കാനൊന്നും പോവല്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ലാതെ പ്രഗ്നൻസിയൊക്കെ പോയി. വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഡെലിവറി സമയം അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു സിസ്റ്റ് പോലെ വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, നോർമൽ ഡെലിവറി ഒന്നും പറ്റൂലായിരിക്കും, ഈ സിസ്റ്റ് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനവിടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, പേടിക്കേണ്ട, നമുക്കത് പൊട്ടിച്ചു വിടാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നറിയാം, അല്ലാതെ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ സമയത്ത് എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പൊട്ടിച്ചു വിട്ടിട്ട് ആൻറ്റിബയോട്ടിക് എടുത്തു വന്നു. ഒരാഴ്ചത്തോളം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഓർത്ത് എനിക്ക് ടെൻഷനായിപ്പോയി, പേടിയായിപ്പോയി. പിന്നെ ആദ്യത്തെ ഡെലിവറിയും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അന്നേരത്തേക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, എൻ്റെ BP എല്ലാം അങ്ങ് കൂടി. അപ്പോൾ എന്നോട് പറഞ്ഞു വന്ന് അഡ്മിറ്റാകാൻ പറഞ്ഞു. ഞാൻ വന്ന് അഡ്മിറ്റായി എല്ലാം കഴിഞ്ഞ് മാർച്ച് 20-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അമ്മയും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഫീഡ് ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു, എപ്പോഴും ഉറക്കമായിരുന്നു. എണീപ്പിച്ച് ചെയ്താൽ പോലും അവനങ്ങനെ പാലൊന്നും കുടിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് മഞ്ഞ നിറം കൂടുതലാണ്, ഒരാഴ്ചയും കൂടി നിൽക്കുക. അത് ഡിസ്ചാർജ് ആകുന്ന സമയത്തായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി. കുഞ്ഞിന് തീരെ വയ്യാണ്ട് മഞ്ഞ നിറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ തൈലം പുരട്ടിയും കാശുരൂപമൊക്കെ വെച്ച് ഞാൻ അതിൻ്റെ കീഴേ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഇടയ്ക്ക്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലയെന്ന് കണ്ട് ഞങ്ങൾ ഡിസ്ചാർജാക്കി വീട്ടിൽ വിട്ടു. ഇപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു നിർത്തുന്നു. ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് വിശ്വസിച്ച് ഇപ്പോഴും ജീവിക്കുന്നത്. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ പുന്നപ്രയിൽ ശാന്തി ഭവൻ എന്ന് പറയുന്ന ഒരു കരുണാലയം ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി അരി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ വഴിയിലൊക്കെ ഫുഡ് കഴിച്ചില്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ മേടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പത്രങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു ഓരോരുത്തർക്ക്. ആദ്യം ചിലരൊക്കെ പറയും വേണ്ടാന്ന് പറയും. അപ്പം ഞാനതൊന്നും മൈൻഡാക്കത്തില്ല. കുറേ പേര് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ വേണം, പ്രാർത്ഥിച്ചേ നടക്കുകയുള്ളൂ എന്നൊരു ആരെന്ത് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും സ്കൂളിലും ബസ് സ്റ്റാൻഡിലും എല്ലായിടത്തും കൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു. ചിലരൊക്കെ ചോദിക്കും നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് എന്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും എന്നെ കളിയാക്കുന്നവരുണ്ട്. നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, അങ്ങനെയാ ഇങ്ങനെയാണെന്നൊക്കെ. ഞാൻ അപ്പോഴും പറയില്ല, എനിക്ക് അവിടുന്ന് തന്നെ കിട്ടിയ കുഞ്ഞാണ്. ഞാൻ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, എന്താ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും എന്നെ കളിയാക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാൻ എതുക്കുട്ടനെ, കുഞ്ഞിൻ്റെ പേര് ധ്രുവ എന്നാണ്, ഞങ്ങൾ എതുക്കുട്ടൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. നീ എതുക്കുട്ടനെ അവിടുന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും ഞാൻ പറയും യാതൊരു സംശയവും വേണ്ട, എനിക്ക് അമ്മയും ഈശോയും തന്നെ തന്നതാണെന്ന് ഞാൻ പറയും. ഹസ്ബൻഡിൻ്റെ അച്ഛനും എന്നോട് ചോദിക്കും. അച്ഛനങ്ങനെ തീരെ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസം. അമ്മയ്ക്ക് അറിയാം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, അമ്മ കാണുന്നതാണ് എപ്പോഴും ഈ കൊന്തചൊല്ലലും കരച്ചിലും പ്രാർത്ഥനയും തന്നെയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നെ. ഞാനിപ്പോൾ ഉറപ്പിച്ച് 100% പറയാം, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരുണ്ടെങ്കിലും സാരമില്ല, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്നു. കാരണം ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടതാണ്, ഓരോരുത്തർ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നത്. അപ്പോൾ എന്തോ ഒരു സമാധാനം. ഞാനിവിടെ അടുത്ത് അമ്പലപ്പുഴയിലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കും എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത്, ഈ അടുത്ത് കിടക്കുന്ന എനിക്കെന്താ വന്ന് ഉടമ്പടി എടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്നെടുത്ത്. ഞാൻ ആ ഉടമ്പടി എടുത്ത് ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി എന്നുള്ളത് തന്നെയാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിനെന്നെ സഹായിച്ച എൻ്റെ പ്രാർത്ഥന കേട്ട എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൽഫോൻസ ജെയിംസ്. ഞാൻ ബഹ്റൈനിൽ നിന്ന് വരുന്നു. ഇത് ഈ അൾത്താരയിലുള്ള എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 4, 2023 ആണ്. ഇന്നത്തെ എൻ്റെ എൻ്റെ 2 അനുഭവങ്ങളും ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗത്തിൽപ്പെട്ടതല്ല. പരിശുദ്ധ അമ്മ, ആ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എൻ്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നൽകിയ അനുഗ്രഹങ്ങളാണ്. ആദ്യമായി ഞാൻ ബഹ്റൈനിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കോൺട്രാക്റ്റ് 2024 ഓഗസ്റ്റ് 19 എൻ്റെ റിന്യൂ ആയത്. 2 ഇയേഴ്സ് കോൺട്രാക്റ്റാണ്. അങ്ങനെ കോൺട്രാക്റ്റ് റിന്യൂ ആയതിന് ശേഷം അവിടെ അവരുടെ അക്കോമഡേഷൻ അലവൻസ് അവർ ആഡ് ചെയ്തു. അവർ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്തു. അത് സെപ്റ്റംബർ 1, 2024 തൊട്ടാണ് അവർ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഓൾറെഡി 10 days ബിഫോർ എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തതിനാൽ അവരെനിക്കിത് തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ മാനേജർ വഴിയും അഡോൺ വഴിയൊക്കെ സംസാരിച്ചു. എന്നെപ്പോലെ 1-2 പേര് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ സെപ്റ്റംബർ മന്തിലുള്ളവരും അങ്ങനെ കുറേ ആൾക്കാർ ഈ ഇഷ്യൂസിൽ പെട്ടവരുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചു. ഓൺലി 10 days അല്ലേ ഉള്ളൂ. ബട്ട് അവർ BDF ഹോസ്പിറ്റലാണ്, അവരുടെ ഒരു റൂൾസ് അവർ ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ എങ്കിലും പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു ത്രൂ മാനേജർ. പക്ഷേ അവരത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. രണ്ടാമതും ഞാൻ എൻ്റെ പേപ്പറും കൂടെ വേറെ 2 പേരുടെ പേപ്പറും കൂടെ ചേർത്ത് വാങ്ങിച്ച എല്ലാ പേപ്പേഴ്സും ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ആ കവറിനുള്ളിൽ ഇട്ടിട്ട് ഞാൻ മാനേജർ ത്രൂ അത് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും മാനേജർ എന്നോട് പറഞ്ഞൊരു കാര്യം, അവരൊരു പ്രാവശ്യം റിജക്റ്റ് ചെയ്താൽ ഇനി അടുത്ത കോൺട്രാക്റ്റ് ആഫ്റ്റർ 2 years അവരത് കൺസിഡർ ചെയ്യുകയുള്ളൂ. നമുക്കൊരു റിപ്ലൈ പോലും കിട്ടത്തില്ല, ഇത് അവർ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നൊരു റിപ്ലൈ പോലും നമുക്ക് കിട്ടുകയില്ല.
ഞാൻ പറഞ്ഞു എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്, പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുണ്ട്, മേഡം ഇത് സബ്മിറ്റ് ചെയ്തോളാൻ പറഞ്ഞ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിൻ്റെ പേരിലൊന്നും എന്തായി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ഒരു സമയം ഞാനിവിടെ ലീവിന് വരുന്നത്, അതിന് 2 ദിവസം മുമ്പ് ഡിസംബർ 10th 2024 ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ഒരു ദിവസം ഏകദേശം മോർണിംഗ് ഒരു 3 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഇവിടുത്തെ 5:30 സമയമാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നത് തൊട്ട് മുമ്പുള്ള സമയം. ആ സമയം ഞാൻ കാണുന്ന സ്വപ്നത്തിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് പേൾ എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പരിശുദ്ധ അമ്മ, ഇവിടെ നമ്മൾ കാണുന്ന നമ്മുടെ കൃപാസന അമ്മ, അത്ര സുന്ദരിയായ ഞാൻ ഈ ലോകത്ത് ഇതുവരെയും ആരെയും കണ്ടിട്ടില്ല. അത്ര സുന്ദരിയായ അമ്മ അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു കോറിഡോർ പോലുണ്ട്, അതിലൂടെ കയറി വരുന്നു. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഒരു കാറ്റിനേക്കാൾ വേഗത്തിലാണ് അമ്മ ഇവിടെ സഞ്ചരിച്ചെത്തുന്നത്. അതിനുശേഷം ഞാൻ കാണുന്ന ഒരു ഇടുങ്ങിയ വാതിലിലൂടെ അമ്മ അകത്ത് പോകുന്നു. അവിടെ ഒരു വെള്ള ടേബിളിൽ അമ്മ എന്തോ ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നു. പക്ഷേ ഇടുങ്ങിയ വാതിലെന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലായില്ല. ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഡോറെല്ലാം നല്ല സ്പേസ് ഉണ്ട്, വിശാലമായ വാതിലുകളൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് എന്താ എവിടുന്നാന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് മാതാവ് അതേപോലെ തന്നെ അമ്മ അവിടുന്ന് അതേ സ്പീഡിൽ വന്ന പോലെ സ്പീഡിൽ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയി അതേ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഡിസംബർ 12th ട്രാവൽ ചെയ്യാനിരിക്കുകയായിരുന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു, ഇത് എന്തെങ്കിലും മുകളിലോട്ടല്ലേ പോയത്, അപ്പോൾ മാതാവ് എന്തെങ്കിലും ട്രാവൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അടയാളങ്ങളായിരിക്കും കാണിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിനുശേഷം കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്, മറ്റ് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഫെബ്രുവരി 25th അതൊരു ചൊവ്വാഴ്ചയാണ്. ഇവിടുത്തെ ആരാധന നടക്കുന്ന സമയം, ആരാധനയൊക്കെ കഴിഞ്ഞ ഒരു സമയം, അതായത് അവിടെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയി കാണും. ആ ഒരു ടൈമിൽ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ HR-ൽ നിന്ന് കോൾ വന്നു, നിങ്ങളുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ അക്കോമഡേഷൻ അലവൻസ് ആഡ് ചെയ്ത പുതിയ കോൺട്രാക്റ്റാണ്, അത് സൈൻ ചെയ്യാനായിട്ട് വിളിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെ സൈൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ അവിടെ ചെന്നപ്പം ആ HR-ൻ്റെ സൈഡിലുള്ള ഒരു ഡോറ് അതേപോലെ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഇടുങ്ങിയ ഡോറാണ്. BDF ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ആ HR-ൻ്റെ ഭാഗത്തോട്ടൊന്നും പോകാറില്ല. ഇതുകൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല, കണ്ടിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. അതേ ഡോറിലൂടെയാണ് അന്ന് പരിശുദ്ധി അമ്മ വന്ന് ഞാൻ സൈൻ ചെയ്ത് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതും അതേ ഒരു വെള്ള കളറുള്ള ടേബിളിലാണ് സൈൻ ചെയ്തത്. ഞാൻ സ്വപ്നത്തിൽ എന്താണോ കണ്ടത് അതേ ടേബിളിലാണ് പരിശുദ്ധി അമ്മ എനിക്ക് വേണ്ടി അവർക്ക് മുൻപേ സൈൻ ചെയ്തത്. സമയത്തിൻ്റെ മേൽ അധികാരിയായ അമ്മ 2 വർഷം BDF ഹോസ്പിറ്റലുകാർ ടൈം പറഞ്ഞെടുത്ത് പരിശുദ്ധി അമ്മ അത് മാസങ്ങൾക്കുള്ളിൽ കൃത്യമായിട്ട് അതെനിക്ക് ശരിയാക്കി തന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, അത് ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്നിരുന്ന സമയത്ത് വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈശോയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ചിന്തിച്ചു, അവിടെ എല്ലാവരും മുട്ടിൽ നീന്തി വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തോടുള്ള സഹനങ്ങളോട് ചേർന്ന് ആ മുട്ടേ നീന്തി, കൊന്ത ചെല്ലി മുട്ടേ നീന്തി പോകാമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് തുടങ്ങി ഒരു പകുതി പോലും എത്തിയില്ല, എനിക്ക് ഒരടി പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താൽ എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അപ്പോൾ ഞാൻ കൊന്തയെല്ലാം പോയിട്ട് എനിക്കൊരു വാക്ക് പോലും പറയാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധി അമ്മേ, സഞ്ചാരി മാതാവേ, അമ്മയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ, അമ്മ ഈശോയോട് ഒന്ന് പറഞ്ഞ്, ഈശോയുടെ കുരിശിൻ്റെ വഴിയെ അമ്മ പോയതല്ലേ, അമ്മ ഈശോയ്ക്ക് കരുത്ത് പകർന്നതല്ലേ, എന്നെയും അതിൻ്റെ അവസാനം വരെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിൽ എനിക്കൊരു വചനം ഈശോ തന്നു. അതിതായിരുന്നു, വിശുദ്ധ ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഞാൻ ഈ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല, വളരെ ഈസി ആയിട്ട് ഞാൻ അവിടെ വരെ എത്തി.
അതിൽ നിന്ന് അപ്പോൾ എനിക്ക് ഈശോ തന്ന വേറൊരു മെസ്സേജ് ഇതാണ്, ജീവിതത്തിൽ ഇതുപോലെയാ, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇതുപോലെ ഈശോയുടെ വചനങ്ങൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഉരുവിട്ടാൽ നമ്മൾ പോലും അറിയത്തില്ല. പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷെ നമ്മൾ അറിയില്ല അതിൻ്റെ വേദനയോ തളർച്ചയോ ഒന്നും നമ്മൾ അറിയില്ല. ഈശോയും അമ്മയും കൂടെ നമ്മളെ നിത്യതയാകുന്ന ആ ഫിനിഷിംഗ് പോയിന്റിൽ ഈ ലോകമാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകമാകുന്ന ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്ക് പരിശുദ്ധ അമ്മ ഈശോയുടെ കൈയും പിടിച്ച് നമ്മളെ എത്തിക്കുമെന്നുള്ള ഒരു മെസ്സേജാണ് എനിക്കപ്പോൾ ഈശോ തന്നത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഇവിടെയുള്ള പല പള്ളികളിൽ ഞാൻ സാധാരണ കൊടുക്കാറില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് കൃപാസനത്തെ പറ്റി അറിയാം. പക്ഷേ ഉടമ്പടിയൊക്കെ എടുക്കുന്നത് കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് പള്ളികളല്ലാതെ വേറെ പൊതുസ്ഥലങ്ങളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ സാധാരണയായിട്ട് ഇവിടെ പത്രങ്ങൾ കൊടുക്കാറുള്ളത്. അവിടെ ബഹ്റൈനിലാണേലും അവിടെ ഞങ്ങൾക്ക് പള്ളികളിൽ കൊടുക്കാൻ പാടില്ലെന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സിൽ അങ്ങനെയൊക്കെ അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ വേറെ ഇപ്പം നമ്മുടെ ഇന്ത്യൻസ് മലയാളികളല്ലാതെ ഇന്ത്യൻസ്, ഫിലിപ്പീൻസ് അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദേവി പാർവതി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 മെയ് 23-നായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്ന ഒരു സമയത്ത്, എൻ്റെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഒരു ചേച്ചി വീട്ടിൽ വന്നിട്ട്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിൽ എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള പൈസ പോലും ഭയങ്കരമായിട്ട് തടസ്സമായിട്ട് ഇപ്പോഴും ഉടനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ്. അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു കരഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ചേച്ചി വന്നിട്ട് മോളെ ഇവിടെ ആരും ഇല്ലേ എന്ന് വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് കഥ തുറന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സംഭാവന ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി എൻ്റെ കയ്യിലൊന്നുമില്ല, 10 രൂപ പോലും എടുക്കാനില്ല, ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, ഏത് അനാഥാലയമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, സാരമില്ല മോളെ, ഞാൻ 2 മാസം ഇരിക്കാതെ വരും, അപ്പോൾ എനിക്ക് തന്നാൽ മതി, ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അകത്തിരിക്കുന്നില്ല, വെളിയിൽ സിറ്റൗട്ടില്ല, സോപാനം പോലുള്ള അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ചേച്ചി ഭക്ഷണം കഴിച്ചപ്പോൾ അതിന് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തിനാ മോള് കരഞ്ഞത്, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, മോൾക്ക് മാതാവിൽ വിശ്വാസമുണ്ടോ, ക്രിസ്ത്യൻസിൽ വിശ്വാസമുണ്ടോ, മോൾ ഹിന്ദു അല്ലേ, വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ വിശ്വാസം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാനും പള്ളിയിൽ അവരുടെ കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ പറയുന്നൊരു പള്ളിയുണ്ട് ഇതുപോലെ, കൃപാസനം കലവൂരാണ്, അവിടെ പോയി പ്രാർത്ഥിക്കും, മോടെ എല്ലാ തടസ്സങ്ങളും മാറ്റി കിട്ടും, മോടെ എല്ലാ വിഷമങ്ങളും മാറി കിട്ടുമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചിയുടെ കയ്യിലിരുന്ന് ഒരു മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ തന്നു, ഒരു ലോക്കറ്റ്. എന്നിട്ട് ചേച്ചി പോയി. ആ ലോക്കറ്റ് വെച്ച് ഞാൻ അന്ന് രാത്രി മൊത്തം കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ആ പൈസ എങ്ങനെയും റെഡിയായി കിട്ടണേ, എൻ്റെ ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നത് എങ്ങനെയും റെഡിയായി കിട്ടണേ, എല്ലാം സഹായിച്ച് കിട്ടണേ എന്ന് ഞാൻ മാതാവ്, എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസം ഉടനെ ഇല്ലെന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ GPay വഴി എനിക്ക് ആ 50,000 രൂപ എനിക്ക് ഇട്ടു തന്നു. ഞാൻ പോയി, 12-ാം തീയതി ആയിരുന്നു എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടത്, പോയി കാര്യങ്ങൾ സാധിച്ചു. ഇവിടെ 23-ാം തീയതി ഇവിടെ ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് മാതാവിന് ചൂടാനുള്ള മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ചേച്ചി ഞാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്നു, അതൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന്. അപ്പോൾ ആ മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. തിരിച്ചു പോകുന്ന വഴി മേഘങ്ങൾക്കിടയിൽ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും, ഇവിടെ വന്നിട്ട് പോകുന്നതിൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, കുഞ്ഞിനോട് പറഞ്ഞു, അവർക്ക് 2 പേരും അവരും കണ്ടു മാതാവിൻ്റെ രൂപം. 1 മിനിറ്റോളം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാഞ്ഞു പോയി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് കുഞ്ഞു കാര്യങ്ങളും ഞാൻ നാക്കെടുത്ത് എന്താണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് സാധിച്ചു കിട്ടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്.
പിന്നെ എനിക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു. എനിക്ക് വിദേശത്ത് പോകാനുള്ള എൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷേ ആ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നില്ലല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ലാഞ്ഞിട്ടാണോ, എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇവിടെ പറഞ്ഞതും പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ യൂട്യൂബിൽ വഴി ധ്യാനങ്ങളും ഒക്കെ അതെല്ലാം അനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതിലെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ജോലി ചെയ്യുമ്പോഴും എല്ലാം ഞാൻ യൂട്യൂബിൽ അത് വെച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയും ധ്യാനങ്ങളും എല്ലാം കേട്ടുകൊണ്ട്, പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ഞാൻ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു, ആ തടസ്സങ്ങളൊക്കെ എനിക്ക് അതിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു. പിന്നെ അതിലും നല്ലെടുത്ത് ആദ്യമേ തടസ്സം വന്നു പോയ ജോലി കഴിഞ്ഞ് എനിക്കിപ്പോൾ ഖത്തറിൽ നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 90% കിട്ടില്ല, 10% ഉള്ളൂ ചാൻസ് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. 70 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഓപ്പറേഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല, റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ അച്ഛൻ ഒരു കുഴപ്പമില്ല. 72 മണിക്കൂർ കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ വേണ്ട, മരുന്ന് മാത്രം മതി, 2 ദിവസം കഴിയുമ്പം ഡിസ്ചാർജ് ചെയ്യാം, ഇത്ര ഇതായിട്ട് റിസ്ക് ആയിട്ടിരുന്നതല്ലേ, അതുകൊണ്ട് 2 ദിവസം ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് വന്നു. പിന്നെ ഞാൻ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു, അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, നടന്നില്ലെങ്കിലും വേണ്ടയില്ല, അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ചേട്ടത്തി എന്നോട് പറയുന്നു, അച്ഛൻ ഇന്നലെ ചാടി എഴുന്നേറ്റിരുന്നടി, താഴെ ഇറങ്ങിയിരുന്നെന്ന്. പിന്നെ NG ട്യൂബ് ഉണ്ടായിരുന്നു, കത്തീറ്റർ ഉണ്ടായിരുന്നു, ആ ട്യൂബുകളെല്ലാം ഇട്ട് അതുപോലെ സൈഡ് റെയിൽസ് പൊക്കി വെച്ചിരിക്കുമായിരുന്നു ബെഡിൻ്റെ. പിന്നെ അച്ഛൻ എങ്ങനെ താഴെ ഇറങ്ങിയിരുന്നെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാന്ന്. ഞാൻ സ്ട്രക്കായി ഇരുന്ന് പോയി. അപ്പോൾ ചേട്ടത്തി എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ലാതിരിക്കുന്നത്, ഇത് കേട്ടിട്ട് എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. സന്തോഷമില്ല. ഞാൻ പറഞ്ഞു അതല്ല. അപ്പോൾ ഞാൻ ചേട്ടത്തിയോടും പറഞ്ഞു ഇതുപോലെ ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു, പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് ഇതാണ്, അച്ഛൻ എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അച്ഛൻ ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ട്, സംസാരത്തിലൊരു വ്യക്തതയില്ല, അതേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ എഴുന്നേറ്റ് നടക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അച്ഛന്. അതുപോലെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ബാത്റൂമിൽ തെന്നിയടിച്ച് തലയടിച്ച് താഴെ വീണു. അപ്പോൾ ഒരു 8-9 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ പേടിയായിപ്പോയി. ഞാനൊരു നേഴ്സാണ്, ഞാൻ ഇത്തിരി കടന്നേ ചിന്തിക്കുകയുള്ളൂ, ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക്. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ നെറ്റിക്ക് തൂത്തു, ഉപ്പിട്ട് കൊടുത്തു, തേൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തേൻ കൊടുത്തു. അങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂർ ഒന്ന് നോക്കാം, ഇനിയും വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം, കുഞ്ഞല്ലേ ഉടനെ സ്കാൻ ചെയ്യേണ്ട, റേഡിയേഷൻ കുഞ്ഞിന് പറ്റില്ലല്ലോ, അത് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ നല്ലതായൊരു കരയുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ 1 മണിക്കൂറിനിടയിൽ 1 വട്ടം കൂടി വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ 2ഉം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നപ്പോൾ മാതാവിനെ വീണ്ടും കരഞ്ഞു വിളിക്കുക, മാതാവേ, കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ഞാൻ കാശുരൂപം മാറ്റിയതേ ഇല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വൊമിറ്റും ചെയ്തില്ല, കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്മാർട്ടായിട്ട് എഴുന്നേറ്റ് വന്നു. ഒരു മരുന്നുമില്ല, ആകെ പാരസിറ്റമോൾ ഹാഫ് മാത്രം കൊടുത്തത്. പിന്നെ വീട്ടിൽ വന്നു, 2 ദിവസം കൂടെ നീ നോക്ക്, കുഴപ്പമൊന്നുമില്ല, നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ക്രാഷ് കോഴ്സിന് വന്നതെന്ന് വെച്ചാൽ 2 ക്രാഷ് കോഴ്സ് 1 മാസം, ഒരു ക്രാഷ് 11 ദിവസം വീതം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഇത്തിരി ഇതുള്ളതാണ്, താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്, നേരത്തെ എഴുന്നേൽക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങും. അങ്ങനെ ഉറക്കത്തിൻ്റെ 5 മിനിറ്റ് കിട്ടിയാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മാതാവിനോട് ഞാൻ ഇതുവഴിയാണ് പോകുന്നത്, ഇവിടെ അടുത്തുള്ള ഒരു അക്കാഡമിയിലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, മാതാവേ ഞാൻ ഉറങ്ങല്ലേ, ക്ലാസ്സിലിരുന്ന് ഞാൻ ഉറങ്ങല്ലേ. അപ്പം നേരത്തെ ഞാൻ എൻ്റെ കാശുരൂപം മാലയിലാക്കി ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതിനകത്ത് അച്ഛൻ പറയുന്നുണ്ട്, കഴുത്തിട്ടിട്ടാൽ അത് ആഭരണവും കയ്യിൽ വെച്ചാൽ ആയുധവുമാണെന്ന് പറഞ്ഞു, നമ്മുടെ ഉടമ്പടി കാശുരൂപം. അന്ന് ഞാനത് കഴുത്തിൽ നിന്ന് ഊരി, എന്നിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. കഴുത്തിലിട്ടാൽ ആഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ ക്രാഷിന് 11 ദിവസമുണ്ട്, 11 ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. രണ്ടാമത്തെ ക്രാഷിന് 1 ദിവസം, അത്
സിട്രസിൻ കഴിച്ചതുകൊണ്ട് ഒരു ചെറിയ മയക്കം വന്നു. എങ്കിലും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത്തെ ക്രാഷിൻ്റെ 7ാമത്തെ ദിവസമാണ് എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബാഗിലിട്ടിരുന്നു. റൂമിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇട്ടിരുന്ന സിബ് തുറന്ന് കിടക്കുമായിരുന്നു. എൻ്റെ ഹെഡ്സെറ്റ്, അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം പോയ കൂട്ടത്തിൽ എൻ്റെ കാശ് രൂപവും പോയി. എനിക്ക് എന്ത് പോയാലും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ കാശ് രൂപം പോയത് 2 ദിവസത്തോളം ഞാൻ ആഹാരം കഴിച്ചില്ല. എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബുക്കിൽ എഴുതി വെക്കും, മാതാവേ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ മാപ്പാക്കണേ, ക്ഷമിക്കണേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രം ഞാൻ എഴുതി വെച്ചു. തിരിച്ചു പോകുന്ന വഴി, ക്രാഷ് കഴിഞ്ഞു തിരിച്ചു പോകുന്ന വഴി ലഗേജ് ഇവിടെ വെളിയിൽ വെച്ചിട്ട് ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പ്രൊമട്രിക് എക്സാമാണ് ഖത്തറിൻ്റെ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് കാശ് രൂപം ഇല്ലാതെ പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, ഹോൾ ടിക്കറ്റ് കാണിച്ചു, അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടുന്ന് ഒന്ന് പ്രാർത്ഥിച്ചൊരു ലോക്കറ്റ് തന്നു, ഒരു കാശ് രൂപ മാതാവിൻ്റെ തന്നു. അത് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പം കയ്യിലൊന്നും ഇടാൻ പറ്റില്ല, എക്സാം സെൻറ്ററിൽ കയ്യിലൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനത് മാലയിൽ ഇട്ടുകൊണ്ട് കയറി. അപ്പോൾ അകത്ത് എന്നിട്ട് ഞാൻ ചോദിച്ചു, കൊന്ത ഊരണോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതും എനിക്കൊരു അനുഗ്രഹമായിട്ട്. അപ്പോൾ അകത്ത് ചെന്നു. ഞാൻ 75 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊമട്രിക്കിന്. 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയി. ആ ക്വസ്റ്റ്യനിൽ കൂടി എൻ്റെ കണ്ണ് പോകുന്നുണ്ടെങ്കിലും അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ എന്താണ്, ഏതാണ് ആൻസർ ചെയ്യേണ്ടത് ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത്ഭുതം എന്ന് പറയാൻ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തെങ്കിലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ 75ാമത്തെ ക്വസ്റ്റ്യൻ ഞാനാണോ ചെയ്തത് മാതാവാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. 76ാമത്തെ ക്വസ്റ്റ്യൻ കയറി വന്ന്, ക്വസ്റ്റ്യൻ ആണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം സിസ്റ്റം ഡൗൺ ആയി പോയതാണെന്ന് അറിയത്തില്ല. മിന്നി മറഞ്ഞു പോകുമായിരുന്നു സിസ്റ്റം, കമ്പ്യൂട്ടറിലെ സിസ്റ്റം പെട്ടെന്ന് മിന്നി മറഞ്ഞു പോവുക. ഞാൻ പേടിച്ചു പോയി, അയ്യോ 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണല്ലോ, ഇനിയും സിസ്റ്റം ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും സമയം കിട്ടത്തില്ലല്ലോ, ഞാൻ തോറ്റു പോകുമല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റിൽ കൈ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. നോക്കിയപ്പോൾ എന്താ ECGയുടെ ചിത്രം വരുക, അതിലും ക്വസ്റ്റ്യൻ വരുമായിരുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം എൻ്റെ ആ മൈൻഡ് മാറ്റി മാതാവ് തന്നതാണ് എനിക്ക്. പിന്നീട് 3 മണിക്കൂറത്തെ എക്സാമിന് ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എൻ്റെ എക്സാം ഫിനിഷ് ചെയ്തു. ബാക്കി 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ ഒന്നുകൂടി എല്ലാം റിവൈൻഡ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് 75 മാർക്ക്, പാസ് മാർക്ക് കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എനിക്ക് 92 മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി. പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മാതാവിൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സാറിൻ്റെ കഴിവുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലും മാതാവിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ 15 വർഷമായി നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട്. ആകെ 2 വർഷമേ ഉള്ളൂ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത്, ബാക്കി ഒരു ക്ലിനിക്കിലാണ് ചെയ്തത്. അപ്പം വലിയ എക്സ്പീരിയൻസോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല, തിയററ്റിക്കലായിട്ടൊന്നും വലിയതറിയില്ല. ആ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഓർമ്മ വന്നത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചത് കൊണ്ടാണ്. എൻ്റെ മൈൻഡ് വിട്ടുപോയപ്പോൾ എന്നെ മൈൻഡ് തിരിച്ചു കൊണ്ടു തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, എൻ്റെ കാശ് രൂപം കളഞ്ഞു പോയി, അപ്പോൾ എനിക്ക് ഇനിയും കാശ് രൂപം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഉടമ്പടി തീരുമ്പം പുതിയ ഉടമ്പടി എടുത്താൽ മതി, കാശ് രൂപം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം തീയതിയാണ് 90 ദിവസം കഴിയുന്നത്. ആ 1-ാം തീയതി തന്നെ ഞാനിവിടെ വന്നു, പുതിയ ഉടമ്പടി എടുത്തു, കാശ് രൂപം കിട്ടി. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൈക്കൊന്ത വാങ്ങിച്ച് അതിലിട്ടിരിക്കുകയാണ്. ഇനി നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ലെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ആ ചേച്ചി പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ കൗണ്ടറിൽ ചെന്നു കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മാതാവ്. വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല, ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് സഹായിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടണം. കാരണം എൻ്റെ ഇത് നഷ്ടപ്പെട്ടു പോയതാണ് മാതാവിൻ്റെ കാശ് രൂപം. അതുകൊണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പ്, ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് മാതാവിനെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പോൾ ആ ചേച്ചി ആ ഡബ്ബ കൊണ്ടുവന്നു. അതിൽ നിന്ന് ഞാനൊരു തിരിഞ്ഞു കിടക്കുമായിരുന്നത് എടുത്തു നോക്കിയപ്പോൾ മാതാവെന്ന് കണ്ടു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് അവിടെ നിന്നപ്പോൾ. കരയണോ ചിരിക്കണോ എന്തുവാണെന്നറിയത്തില്ല, ശരീരം പെരുക്കുവാണോ എന്തോ, ഞാൻ വീട് പോകുമോയെന്ന് പോലും ചിന്തിച്ചു പോയി. ആ ചേച്ചി പാടിത്തന്ന മാതാവിൻ്റെ പ്രാർത്ഥന പാട്ട് പാടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഏതോ ഒരവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. പിന്നെ അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ അനുഭവങ്ങളെല്ലാം എല്ലാവരോടും ഞാൻ പറയും.
പിന്നെ ക്രാഷ് കോഴ്സിന് പോയിട്ടുള്ള ഓരോ കുട്ടികളോടും ഞാൻ മാതാവിൻ്റെ കാര്യം പറയുമ്പോൾ അവരെ എന്നെ പറയും, ചേച്ചി അവരും ഇവിടെ ഉടമ്പടി എടുത്തവരുണ്ട്, അവരുടേത് സാധിക്കാത്തത് പോലും ഞാൻ പറയുന്നത് സാധിക്കും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പോഴും ഇന്നിങ്ങോട്ട് വരുന്ന വഴിയിലും ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വസ്തു കച്ചവടത്തിൻ്റെ കാര്യം നീ പറഞ്ഞാൽ കേൾക്കും, മാതാവ് കേൾക്കും. അങ്ങനൊരു അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് മാതാവിനെയും ഈശോയെയും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ സ്വപ്നത്തിൽ കാണുക ഇങ്ങനെ വന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്, സംസാരിക്കുന്നൊന്നുമില്ല, എന്നെ സ്വപ്നത്തിൽ വന്ന് നിൽക്കുന്നു. എനിക്ക് ഏജൻസിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം എങ്ങൂന്ന് ഒരു ഇതുമില്ല, സ്വർണ്ണങ്ങളെല്ലാം വിറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വന്ന് 1-ാം തീയതി 2-ാം തീയതി എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി. ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത്, മോളെ ഇതുപോലെ 2 ലക്ഷം രൂപ ഉണ്ട്, നിനക്ക് വേണോ പോകുന്ന കാര്യത്തിന്. ഇനി എനിക്ക് 1 ലക്ഷം രൂപയും കൂടി വേണം. ഞാനിപ്പം വിശ്വസിക്കുന്നത്, ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അത് റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് എനിക്ക് കയറി പോകേണ്ടതായിരുന്നു, 15-ാം തീയതിക്കായിരുന്നു ടിക്കറ്റ്. അപ്പം മിനിങ്ങാന്ന് 13-ാം തീയതി രാത്രിയായപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥത. ഞാൻ വന്ന് സാക്ഷ്യമൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാതെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി 9:30 ആയപ്പോൾ ഏജൻസിയിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ട്, 18-ാം തീയതിയാണ് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, 15-ാം തീയതി എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പോൾ 18 ആയത്? അത് അവിടെ എന്തോ അവധിയാണ്, അപ്പോൾ അവിടെ ചെല്ലുന്നവരെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ആളില്ല, അതുകൊണ്ട് 18-ാം തീയതി ആയിട്ട്. അപ്പോൾ എനിക്ക് ഒരാശ്വാസം, മാതാവ് ഇടപെട്ട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാതാവ് ഇടപെട്ട് എനിക്ക് നീട്ടി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാതാവിൻ്റെ എന്ത് കണ്ടാലും ഞാൻ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അറിയാവുന്നവരോടും അറിയാത്തവരോടും എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ എൻ്റെ മാതാവിനെ പറ്റി പറയും. എനിക്ക് ഇത്രയും അനുഭവ സാക്ഷ്യങ്ങൾ കിട്ടിയത് എൻ്റെ മാതാവിൻ്റെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതല്ല. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്ന, ഫേസ്ബുക്ക് ആയാലും എന്ത് തുറന്നു നോക്കിയാലും മാതാവിൻ്റെ ഇതാണ് കാണുന്നത്. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എല്ലാം. ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എങ്ങനെ അല്ലാതെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു കുഞ്ഞമ്മയോട് പറയുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറയും, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ മാതാവേ. പക്ഷേ എന്തോ എനിക്കറിയില്ല, അമ്മ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുന്ന പോലെ എൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തരുന്നുണ്ട് ഇപ്പം ഈ നിമിഷം വരെ. ധ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബ് വഴിയുള്ളതെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഓൺലൈൻ വഴി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴിക, തലവേദന, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തൂക്കുക, ഉടമ്പടി ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്താലും മാതാവ് എനിക്ക് അതിന് എല്ലാം സഹായിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നവർക്കെല്ലാം മാതാവിൻ്റെ വിശ്വാസം. എത്രയോ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വഴി, എൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്, എൻ്റെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇനിയും വരാനിരിക്കുന്നവരും ഉണ്ട്. പിന്നെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഇത്തിരി ഇതായിട്ടിരിക്കുകയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നോട് ആര് സഹായം ചോദിച്ചു വന്നാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയും ഞാൻ ചെയ്യും. കാരണം ഇനി എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് എനിക്കൊരു സ്ഥിതി തന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു തന്നെ പറയുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് രഞ്ജു ജേക്കബ്. ഞാൻ ഇടയാർ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടയാർ കൂത്താട്ടുകുളം ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 ഈ പുണ്യപ്പെട്ട അൾത്താരയിൽ വന്ന് നിന്ന് 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഏകദേശം കടബാധ്യതകളെല്ലാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്ഥലവും വീടും എല്ലാം വിറ്റ് കടബാധ്യത തീർക്കാമെന്ന് വിചാരിച്ച് വിൽപ്പനയ്ക്കുള്ള ആളുകളെല്ലാം വന്നു തുടങ്ങി. പക്ഷേ ഒരു 1.5 വർഷം ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നതല്ലാതെ വിൽപ്പന നടക്കുന്നില്ല. മറുപടിയും ഞാൻ ഉടമ്പടി പുതുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ആധാരം കൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ ജോസഫ് അച്ഛനെ കണ്ടു.
ജോസഫച്ചൻ പ്രാർത്ഥിച്ച് എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപ എല്ലാം തന്നു വിട്ടു. ഞാനത് പറമ്പിൽ കൊണ്ടുവന്നിട്ടു, പ്രാർത്ഥിച്ചു. ഉടമ്പടി കണ്ടിന്യൂ ആയിട്ട് തുടർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥലവും വീടും വിൽപ്പന നടക്കുകയും എൻ്റെ കടബാധ്യതകളെല്ലാം വീടുകയും ചെയ്തു. കടബാധ്യതകളെല്ലാം വീടിയെങ്കിലും എൻ്റെ ചേച്ചിയുടെ മോൻ എന്നോട് ചോദിച്ചു, ചിറ്റ ഇനി എന്ത് ചെയ്യും? കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഇനി സ്വന്തമായിട്ടൊരു ഭവനം വേണം. ഇതിനെല്ലാം ചിറ്റ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലുള്ള ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മറുപടിയും ഒരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഓടിയെത്താനായിട്ടുള്ള സങ്കേതം കൃപാസന അമ്മയാണ്. ഞാൻ തിരിച്ചിവിടെ വന്ന് ഉടമ്പടി വെച്ചു. മാതാവേ, എനിക്ക് സ്വന്തമായിട്ട് ഭവനം വേണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനെല്ലാം എനിക്ക് എൻ്റെ നാട്ടിലുള്ള ജോലി, ഞാനൊരു നേഴ്സാണ്, ആ ശമ്പളം കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല. അതുകൊണ്ട് എനിക്ക് ആകപ്പാടെ ജോലിക്ക് പോകാൻ ഇഷ്ടം ഇസ്രയേലാണ്. എനിക്ക് അവിടെ പോകണം. ഒരുപക്ഷെ മുമ്പെല്ലാം അതിന് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഒത്തിരി പൈസയാവും. അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പോവാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തെ മൂടി വെച്ചതാണ്. ഞാൻ മറുപടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇസ്രയേലിൽ പോകണം, ഇസ്രയേലിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രോസസ്സ് എല്ലാം ആരംഭിച്ചു. ഏകദേശം 16 ലക്ഷം രൂപയോളം വേണം പോകുന്നതിന് വേണ്ടിയിട്ട്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു ദൂതനെ അയച്ച് എനിക്കുള്ള പൈസ തരണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫാമിലി എന്നോട് ചോദിച്ചു, രഞ്ജുവിന് ഇനി പോകാൻ എത്ര ലക്ഷം രൂപയാണ് വേണ്ടത്? ഞങ്ങൾ തരാം. അവരെനിക്ക് പൈസ തരികയും അങ്ങനെ ഏജൻസിയിൽ പൈസയെല്ലാം അടയ്ക്കുകയും എനിക്ക് ആ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റായി. അതിനുശേഷം എനിക്ക് ജോബ് ഓർഡർ വന്നു. അതിനുശേഷം വേണ്ട എനിക്ക് വിസ വരുന്നില്ല. എൻ്റെ കൂട്ടുകാർക്ക് വിസ വന്നു, എനിക്ക് വിസ വരുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ടെൻഷനായി. ഞാൻ പിന്നെ മറുപടിയും ഓടി വന്ന് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വിസ വന്നില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ മൂക്കെ പിടിച്ച് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടേ? വിസ വേണമല്ലേ? അതിനെന്താ, അമ്മമാതാവ് നിനക്ക് തരും. കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയത്. മിനിങ്ങാന്ന് എനിക്ക് എൻ്റെ വിസ വന്നു. ശനിയാഴ്ച ഞാൻ കയറി ബോംബെക്ക് പോവുകയാണ്. അവിടെയാണ് മെഡിക്കലും എംബസി ഇൻ്റർവ്യൂവും. അതിനുശേഷം അവിടുന്ന് നേരെ ഇസ്രയേലിന് പോവുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്കും അമ്മമാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം വാങ്ങി ഹോസ്പിറ്റലുകളും രോഗികളുടെ ഇടയിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കും ഭിക്ഷക്കാർക്ക് ഞാൻ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി പൊതി കെട്ടി ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരം അകലെയാണ്, ഞാനത് കേട്ടിട്ട് പോലും ഇല്ല, ഒരു മാനസിക രോഗികളുടെ അനാഥാലയമാണ്, അവിടെ 16 പേരാണുള്ളത്, അവർക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ വരാമല്ലോ, എൻ്റെ ഡ്യൂട്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എന്നു മുതൽ കാല് വെച്ചോ അന്ന് മുതൽ അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ വീട് സ്ഥലവും കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ 3 ദിവസം കൊണ്ട് ടോക്കൺ തരികയും ആ സ്ഥലം വിൽപ്പന അവിടെ നടക്കുകയും ചെയ്തു. ഞാൻ അവരെ കൊണ്ടുപോയി ആശുപത്രിയിൽ, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചയാണ് സൈക്യാട്രി വിഭാഗമുള്ളത്. ഞാൻ അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് ഇനി മിച്ചം എന്താണോ അവരുടെ അനാഥാലയത്തിന് ഭക്ഷണ സാധനങ്ങൾ വേണ്ടത് അതെല്ലാം മിച്ചം ഞാൻ ലിസ്റ്റ് വാങ്ങിയിട്ട്, എൻ്റെ കയ്യിൽ പൈസ അത്രയും ഇല്ലെങ്കിലും എൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ കൂട്ടുകാരോടെല്ലാം ഞാൻ പൈസ വാങ്ങിച്ച് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ആരുമില്ല എന്ന് പറഞ്ഞ് അവർ വിഷമിക്കുമ്പോൾ ഞാൻ പറയും, ഞാനില്ലേ നിങ്ങൾക്ക്, ഞാനുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആരുമില്ലാതെ അവർ വിഷമിക്കുമ്പോൾ പറയും ചേർത്ത് നിർത്തുക. അവരെ ചേർത്ത് നിർത്താനായിട്ട് എനിക്കിപ്പോൾ ഇഷ്ടം എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ. 16 മാനസിക രോഗികൾ 16 പേരും എൻ്റെ കുടുംബത്തിലുള്ള 5 പേരും, എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടം. അതുമാതിരി അവരെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപ, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാനുള്ള കൃപ. അവരുടെ ബെഡെല്ലാം പോയായിരുന്നു, കാരണം അവർ കിടന്ന് മൂത്രമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ബെഡിലെല്ലാം കട്ടിൽ മൂട്ട കയറി ആകപ്പാടെ പോയായിരുന്നു. അതൊരു വലിയ മാനസിക വിഷമായി എനിക്ക്. ഞാൻ ഈശോയോട് പറയും, ഈശോയെ അവർക്ക് ബെഡ് വാങ്ങിച്ചു കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിബി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അനാഥാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനോട് ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ചേട്ടൻ പറഞ്ഞു നമുക്ക് ബെഡിന് ഓർഡർ കൊടുക്കാം, റെക്സോൺ കവർക്കുള്ള ബെഡാണ്, 10-20 ബെഡ് വാങ്ങിക്കുമ്പോഴത്തേക്കും 40,000-40,000 രൂപ വേണം. അപ്പം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഓർഡർ കൊടുക്കാം, കർത്താവ് നോക്കും എന്ന് പറഞ്ഞു. ഞങ്ങളതിന് ഓർഡർ കൊടുത്തു. എനിക്കറിയില്ല എങ്ങനെയല്ല ആ പൈസ എൻ്റെ കൈകളിൽ വന്നു, ഞങ്ങൾക്ക് ആ ബെഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് അറിയില്ല. ചോദിക്കാതെ തന്നെ അനാഥാലയത്തിലേക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ വരാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ആ ബെഡെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. അവർക്ക് എന്താവശ്യമുണ്ട്, ഈശോയെ എനിക്ക് അവർക്ക് ഇറച്ചി വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാൽ ആരെങ്കിലും എന്നെ വിളിക്കും, രഞ്ജു എന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ്, അപ്പോൾ അവർക്ക് വേണ്ടി എന്നാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് എന്നെ വിളിക്കും. അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് എന്നിലൂടെ തമ്പുരാൻ അത് നിറവേറ്റി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും അവരുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് എന്നെ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ കരുണാലയം എന്ന് പറഞ്ഞൊരു അനാഥാലയമുണ്ട് കൂത്താട്ടുകുളത്ത്. വൃദ്ധരായ 65 മാതാപിതാക്കൾ, മക്കൾ ഉപേക്ഷിച്ചവരും മക്കളില്ലാത്തവരുമായ 65 പേര് അവരുടെ അടുത്ത് പോകും, അവരോട് സംസാരിക്കും, അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അരിയൊക്കെ ഉണ്ട് എന്ന് സിസ്റ്റേഴ്സ് പറയും, വേറെ എന്താ വേണ്ടത് അവർ പറയുന്ന സാധനം അവർക്കും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവരോട് സംസാരിക്കും, അവരോട് ഒത്തിരി നേരം സമയം ചെലവഴിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിക്കും. അങ്ങനെ ഒത്തിരി ദൈവാനുഭവം തമ്പുരാൻ മനസ്സിലോട്ട് തന്നു. അതേമാതിരി പരിശുദ്ധ കുർബാന അനുഭവം, പരിശുദ്ധ കുർബാനയിലെ മുമ്പെല്ലാം ഞാൻ താമസിച്ചു പോവും. കുർബാന സമയത്ത് തിരികളൊക്കെ കത്തിച്ചുകൊണ്ട് നടക്കും, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നു. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനായിട്ട്, ആ മുറിയപ്പെടുന്ന ഈശോയെ കാണാനായിട്ട് എനിക്ക് സാധിക്കും. വിശ്വാസത്തോടെ കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കും. ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഞാൻ വെറും 0. ഈ അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് മാത്രമാണ്. അമ്മ ഈശോയോടൊപ്പം ഈശോയിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉടമ്പടി. അങ്ങനെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം മൂലം ഈശോയെ കണ്ടെത്തുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട് ഒത്തിരി കൃപകൾ നൽകി ഈ ഉടമ്പടി മൂലം ദൈവം എന്നെ സഹായിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഈ പുണ്യപ്പെട്ട ആൾക്കാരിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു.